ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ചെമ്മീനിടാം. ചെമ്മീന് പകരം ഇറച്ചിയോ വേറെ മീനുകളോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇനി ചൂടാറിന് ശേഷം ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലോ പേസ്റ്റ് പോലെ ആവരുത്, ചതഞ്ഞാൽ മതി. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് നിറം മാറി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നീട് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ പച്ചമുളക് ചേർക്കാം. ഒരു കഷ്ണം തക്കാളി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൊണ്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, പിന്നെ കുറച്ച് മല്ലിയില, എല്ലാം കൂടെ നന്നായി ഇളക്കി അത് ഉലർത്തിയെടുത്ത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സാധാരണ പത്തിരിക്ക് തയ്യാറാക്കുന്ന പോലെ അരിപ്പൊടി വാട്ടിയെടുക്കാം. ഇനി നന്നായി കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു പപ്പട വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇനി അധികം തിന്നാവരുത് കേട്ടോ. ഇനി ഇതുപോലൊരു മോൾഡ് ഉണ്ടെങ്കിൽ അത് വശങ്ങളിലും ഉള്ളിലൊക്കെ ഓയിൽ പരട്ടി കൊടുക്കാം. ഇനി ഒരു പത്തിരി വെച്ച് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വയ്ക്കാം. വേറൊരു പത്തിരി മീതെ വെച്ച് ഈ മോൾഡ് അടച്ച് ആ വശങ്ങൾ അമർത്തി കൊടുക്കാം. അപ്പോൾ അധികമുള്ള മാവ് നമ്മൾ അടർത്തി മാറ്റി കളയണം. തുറക്കുന്നതിന് മുമ്പ് ഇതുപോലെ അടർത്തി കളയണം. ഇനി തുറക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഈ അട കിട്ടിക്കോളും. ഒന്ന് തട്ടിക്കൊടുത്താൽ ഇത് പോന്നോളും. അതായത് വശങ്ങളിൽ ഓയിൽ പറ്റാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ, അതായത് വെന്ത് കഴിയുമ്പോൾ അടർത്തിയെടുക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പം അതിന് പകരമായിട്ട് ഇതുപോലെ ഒരു വാഴയില ആദ്യം വയ്ക്കാം. ഇനി ഒരു ലെയർ വയ്ക്കാം. പിന്നെ അതിൻ്റെ മീതെ വേറൊരു വാഴയില, അങ്ങനെ ലെയറായിട്ട് ചെയ്യാം. ഇനി ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്യും.